അന്താരാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് എന്നറിയപ്പെടുന്ന വ്യാപാര കരാറ് സാമ്പത്തിക രംഗത്ത് പുതിയ വാതിലുകൾ തുറക്കുകയാണ്. വടക്കേ അമേരിക്കയിൽ F-35 യുദ്ധവിമാനങ്ങളെ ചൊല്ലി അമേരിക്കയും കാനഡയും തമ്മിൽ തർക്കങ്ങൾ മുറുകുമ്പോൾ പോലും ആഗോളതലത്തിൽ പ്രതിരോധവും വ്യാപാരവും പരസ്പര പൂരകങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ബറാമതിയിലെ ദൗർഭാഗ്യകരമായ വിമാന അപകടം പോലുള്ള ദുരന്തങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അനിവാര്യതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും തന്ത്രപരമായ സഖ്യങ്ങളിലൂടെയും ശക്തമായ നയതന്ത്ര നിലപാടുകളിലൂടെയും ലോകം ഒരു പുതിയ അധികാര സമവാക്യത്തിലേക്ക് നീങ്ങുകയാണ്. ആഗോള അധികാര സമവാക്യങ്ങൾ മാറി മറിയുന്ന ഈ ഒരു വേളയിൽ ഈ സംഭവങ്ങൾ ഇന്ത്യയെയും ലോകത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വമ്പൻ വാർത്തയെക്കുറിച്ച്, ഇന്ത്യൻ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ചരിത്രപരമായ വ്യാപാര കരാർ അഥവാ മദർ ഓഫ് ഓൾ ഡീൽസ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും കഴിഞ്ഞ ദിവസം ഇന്ത്യ EU സമ്മിറ്റിൽ വെച്ച് ഈ ഒരു ഹിസ്റ്ററിക് കരാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 18 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഈ ഡീല് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇനി BMW, മെഴ്സിഡസ് തുടങ്ങിയ ലക്ഷറി കാറുകൾക്കും യൂറോപ്യൻ വൈനിനും എന്തിനേറെ ഒലിവ് ഓയിലിനും ചോക്ലേറ്റിനും വരെ ഇന്ത്യയിൽ വില കുറയാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ യുവാക്കൾക്ക് യൂറോപ്പിലേക്ക് വരാൻ കൂടുതൽ ഇമിഗ്രേഷൻ അവസരങ്ങളും ഈ ഒരു കരാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ അമേരിക്കയുടെ ചില കടുത്ത നിലപാടുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കരാറിലൂടെ നമുക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ? യൂറോപ്യൻ കാറുകൾക്കും വൈനിനും ഇനി എന്ത് വിലയാകും? അമേരിക്ക ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് ഈ കരാറിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഡീൽ കാരണം നമ്മുടെ പോക്കറ്റിൽ എന്ത് മാറ്റം വരുമെന്നാണ്. യൂറോപ്യൻ യൂണിയൻ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന 96.6% യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് അഥവാ ഇറക്കുമതി നികുതി ഒന്നുകിൽ പാടെ നീക്കം ചെയ്യും, അല്ല എങ്കിൽ വൻതോതിൽ കുറയ്ക്കും. ഇതുവഴി യൂറോപ്യൻ കമ്പനികൾക്ക് വർഷം തോറും ഏകദേശം 4 ബില്യൺ യൂറോ, ഏകദേശം 36,000 കോടി രൂപ ലാഭിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ സർപ്രൈസ് കാറുകളുടെ കാര്യത്തിലാണ്. ഇതുവരെ 110% വരെ ഉണ്ടായിരുന്ന ഇമ്പോർട്ട് താരിഫ് ഇനി ഘട്ടം ഘട്ടമായി 10%ലേക്ക് താഴാൻ പോവുകയാണ്. അതായത് ഫോക്സ് വാഗൻ, റെനോ, മെഴ്സിഡസ് തുടങ്ങിയ കാറുകൾ ഇനി കൂടുതൽ അഫോർഡബിൾ ആകും എന്ന് ചുരുക്കം. ഇനി പ്രീമിയം വൈനിന്റെ താരിഫ് 150%-ൽ നിന്ന് 20 മുതൽ 30%ലേക്ക് കുറയും. ബിയറിന് 50% താരിഫ് കുറയും. കൂടാതെ ഒലിവ് ഓയിൽ, ഫ്രൂട്ട് ജ്യൂസുകൾ, പാസ്ത, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ നികുതി പൂർണ്ണമായും നീക്കം ചെയ്തു. ആശുപത്രി ഉപകരണങ്ങൾ, മെഡിക്കൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് എന്നിവയുടെ നികുതിയും 90% വരെ കുറയും. ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യൂറോപ്പിന് മാത്രമല്ല, ഇന്ത്യക്കും ഇതിൽ വലിയ ലാഭമുണ്ട്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ്, ലെതർ, ആഭരണങ്ങൾ, മെറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിലെ 45 കോടി ജനങ്ങളുള്ള മാർക്കറ്റിലേക്ക് കുറഞ്ഞ നികുതിയിൽ കയറ്റുമതി ചെയ്യാം. ഇത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് ഇമിഗ്രേഷനാണ്. ഇന്ത്യൻ പ്രൊഫഷണൽസിനും അതുപോലെ വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലേക്ക് പോകാനുള്ള നടപടികൾ കൂടുതൽ ലളിതമാക്കും. പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ തൊഴിൽ വീസകൾ നൽകാൻ ഈ കരാറിൽ ധാരണയായിട്ടുണ്ട്. പഠനശേഷം യൂറോപ്പിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും വർദ്ധിക്കും. ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ ഡീൽ ഗുണകരമാകുന്നത് എന്നൊന്ന് നോക്കാം. നമ്മുടെ കയറ്റുമതിയിൽ ഏകദേശം 99.5% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ മാർക്കറ്റിലേക്ക് 0 താരിഫിൽ പ്രവേശനം ലഭിക്കും. ടെക്സ്റ്റൈൽസ്, ലെതർ, ആഭരണങ്ങൾ, മെറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വലിയ മാർക്കറ്റ് തുറന്നു കിട്ടും. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതുകൂടാതെ ഇന്ത്യയുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായിട്ട് 500 മില്യൺ യൂറോയുടെ ധനസഹായവും യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ കൈത്താങ്ങാകും. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഒരു വശത്ത് വമ്പൻ ഡീൽ നടക്കുമ്പോൾ അമേരിക്കയുടെ നിലപാട് അല്പം കടുത്തതാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ കരാറിനെ അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് അഭിനന്ദിച്ചുവെങ്കിലും ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഉയർന്ന താരിഫുകൾ ഇപ്പോൾ പിൻവലിക്കില്ല എന്നാണ് വാഷിംഗ്ടൺ പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്.
റഷ്യൻ ഓയിൽ പർച്ചേസ് കൊളാപ്സ് ചെയ്തു എന്നാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. എന്നിരുന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ. യൂറോപ്പ് ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി കാണുമ്പോൾ അമേരിക്ക അല്പം കൂടി സമ്മർദ്ദം ചെലുത്തി നമുക്ക് മേൽ ആധിപത്യം നേടാനാണ് ശ്രമിക്കുന്നത്. വ്യാപാരം മാത്രമല്ല, പ്രതിരോധ രംഗത്തും ഇന്ത്യയും യൂറോപ്പും ഇനി ഒന്നിച്ചു നിൽക്കും. ഒരു സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് കൂടി ഈ സമ്മിറ്റിൽ പ്രഖ്യാപിച്ചു. കടലിലെ സുരക്ഷ, സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ഇരു കൂട്ടരും സഹകരിക്കും. ഇതുകൂടാതെ ഇന്ത്യയുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായി 500 മില്യൺ യൂറോയുടെ ഗ്രീൻ എനർജി സഹായവും യൂറോപ്യൻ യൂണിയൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സാമ്പത്തികമായും പരിസ്ഥിതിപരമായും വലിയൊരു മാറ്റമാണ്. ചുരുക്കത്തിൽ ഈ മദർ ഓഫ് ഓൾ ഡീൽസ് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് യൂറോപ്പുമായുള്ള ഈ ബന്ധം ഒരു വലിയ ഇന്ധനമാകും. ഈ ഡോക്യുമെന്റുകൾ ഇപ്പോൾ ലീഗൽ സ്ക്രബിംഗ് അഥവാ നിയമപരമായ പരിശോധനകൾക്ക് ശേഷം യൂറോപ്യൻ പാർലമെന്റ് ഉടൻ അംഗീകരിക്കും. 2026 അവസാനത്തോടെ ഈ മാറ്റങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്നു. ലോകത്തിലെ ഏറ്റവും അടുത്ത അയൽക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന 2 രാജ്യങ്ങളാണ് അമേരിക്കയും കാനഡയും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല. വടക്കേ അമേരിക്കൻ ആകാശത്ത് ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ മുഴക്കം മാത്രമല്ല, നയതന്ത്ര യുദ്ധത്തിന്റെ ഇടിമുഴക്കം കൂടിയാണ് കേൾക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സിനെ ചൊല്ലി അമേരിക്കയും കാനഡയും തമ്മിൽ വലിയൊരു കൊമ്പുകോർക്കൽ നടക്കുകയാണ്. നിങ്ങൾ വിമാനം വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ ആകാശം ഞങ്ങൾ ഭരിക്കുമെന്ന രീതിയിൽ അമേരിക്ക ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് കാനഡയെ സഹായിക്കാനാണോ അതോ അവരുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണോ? എന്താണ് ഈ F-35 വിവാദം? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന F-35 ലൈറ്റ്നിംഗ് 2 വാങ്ങാൻ കാനഡ തീരുമാനിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. 10 വർഷത്തിലേറെയായി ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. നോറാഡ്, അതായത് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് എന്ന സുരക്ഷാ കരാറിന്റെ ഭാഗമായിട്ടാണ് കാനഡ 88 പുതിയ F-35 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ പ്രശ്നം തുടങ്ങിയത് എവിടെയാണെന്നല്ലേ? പണം തന്നെയാണ്. ആദ്യം $19 ബില്യൺ വിചാരിച്ചിരുന്ന ഈ പ്രൊജക്ട് ഇപ്പോൾ $27.7 ബില്യൺ എത്തി നിൽക്കുകയാണ്. ഈ ഭീമമായ തുക കാനഡയുടെ ഇക്കണോമിയെ ബാധിക്കുമെന്ന് അവിടുത്തെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി വിശ്വസിക്കുന്നു. ഒരു മുൻ സെൻട്രൽ ബാങ്കർ കൂടിയായ കാർണിക്ക് വെറുതെ പണം വാരിയെറിയുന്നതിനോട് താല്പര്യമില്ല. ഇതാണ് വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ തർക്കം പരസ്യമായത് സ്വിറ്റ്സർലാൻഡിലെ ദവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാർക്ക് കാർണിയും തമ്മിലുള്ള ആ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ് അവിടെ പ്രകടമായിരുന്നു. ട്രംപിന്റെ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നാണ്. കാനഡ ഈ കരാറിൽ നിന്ന് പിന്മാറിയാൽ അത് അമേരിക്കയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ അഗ്രസീവായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാനഡയിലെ അമേരിക്കൻ അംബാസിഡർ പീറ്റ് ഹോക്സ്ട്ര പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാനഡയ്ക്ക് സ്വന്തം ആകാശം സംരക്ഷിക്കാൻ ശേഷിയില്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേന നേരിട്ട് അങ്ങോട്ട് എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഈ ഒരു ഇടപെടൽ കാനഡയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. എന്തിനാണ് അമേരിക്ക ഈ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്ന് നോക്കാം. ഈ F-35 എന്നത് വെറും ഒരു ഫൈറ്റർ ജെറ്റ് മാത്രമല്ല, അതൊരു ഫ്ലൈയിങ് കമ്പ്യൂട്ടറാണ് എന്നും കൂടി പറയണം. റഡാറുകളിൽ പെടാത്ത സ്റ്റെൽത്ത് ടെക്നോളജി, കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ശത്രുവിനെ തിരിച്ചറിയാനുള്ള സെൻസറുകൾ എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. അമേരിക്കയും കാനഡയും ഒരേ വിമാനം ഉപയോഗിച്ചാൽ മാത്രമേ നോറാഡ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യൂ എന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. പക്ഷെ മാർക്ക് കാർണി ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി മാത്രം കാനഡ ഇനിയും എത്ര കോടികൾ ചിലവാക്കേണ്ടി വരും? അതായത് രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം ഇങ്ങനെ ആയുധങ്ങൾക്കായി കളയണോ എന്നതാണ് കാനഡയിലെ പ്രധാന ചർച്ച. സ്വന്തം അതിർത്തി കാക്കാൻ മറ്റൊരു രാജ്യത്തിന്റെ വിമാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഏത് രാജ്യത്തെ സംബന്ധിച്ചും ഒരു ഇൻസൾട്ടാണ്. അമേരിക്കൻ വിമാനങ്ങൾ കാനഡയുടെ ആകാശത്ത് പാട്രോളിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാനഡ അമേരിക്കയുടെ ഒരു ഉപഗ്രഹമായി മാറുന്നു എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇനി ഇത് കാനഡയ്ക്ക് മാത്രമല്ല, മറ്റെല്ലാ നേറ്റോ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സൈനികമായും സാമ്പത്തികമായും സമ്മർദ്ദം ചെലുത്താൻ വാഷിംഗ്ടൺ മടിക്കില്ല എന്ന മെസ്സേജാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ ട്രംപിന്റെ താരിഫ് ഭീഷണികൾ കൂടി ആയപ്പോൾ കാനഡ ശരിക്കും ഒരു വലിയ സമ്മർദ്ദത്തിലാണ്. F-35 വിവാദം കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ പുതിയൊരു പരീക്ഷണ ഘട്ടമാണ് എന്ന് പറയണം. സുരക്ഷയും സാമ്പത്തിക ലാഭവും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാനഡയ്ക്ക് അതിന്റെ ആകാശ പരിധിയിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തണമെങ്കിൽ ഈ വലിയ തുക ചിലവഴിക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ നിഴലിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്ക് നേരിടേണ്ടി വരും. ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും സുരക്ഷയും തമ്മിലുള്ള ഈ നേർത്ത നൂൽപാലത്തിലൂടെയുള്ള യാത്ര വടക്കേ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കും.
അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അയൽക്കാർ തമ്മിലുള്ള ഈ ഒരു ആകാശപ്പോര് എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. മാർക്ക് കാർണി അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ഈ ഭീമമായ തുക ചിലവാക്കുമോ, അതോ കാനഡ സ്വന്തം വഴി കണ്ടെത്തുമോ? അമേരിക്കയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സുരക്ഷയും ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അയൽക്കാർ തമ്മിലുള്ള ഈ ഒരു ആകാശപ്പോര് കേവലം വാക്പോരിൽ ഒതുങ്ങുമോ, അതോ ഗുരുതരമായ സാമ്പത്തിക ഉപരോധങ്ങളിലേക്ക് നീങ്ങുമോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. വ്യോമയാന ലോകത്ത് നിന്ന് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. മഹാരാഷ്ട്രയിലെ ബറാമതിയിൽ നടന്ന ലിയർജെറ്റ് 45 വിമാന അപകടം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാത്രമല്ല, നമ്മുടെ വ്യോമയാന മേഖലയും ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് ആ ഒരു ദുരന്തം കവർന്നെടുത്തത്. എന്നാൽ ഈ വാർത്തകൾക്കിടയിലും നാം തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നൊമ്പരത്തോടെ ഓർക്കേണ്ട മറ്റൊരു പേരുണ്ട്: ക്യാപ്റ്റൻ ശാംഭവി പഥക്. വെറും ഒരു പൈലറ്റ് എന്നതിലുപരി ഹാർഡ് വർക്കിലൂടെ ആകാശത്തോളം സ്വപ്നങ്ങൾ കണ്ട ഒരു 25-കാരിയുടെ കഥയാണിത്. ഒരു വലിയ കരിയറിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ആ മിടുക്കി ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്താണ് ഈ ദിവസം ബറാമതിയിൽ സംഭവിച്ചത്? ആരായിരുന്നു ശാംഭവി? നമുക്ക് പരിശോധിക്കാം. ഡൽഹിയിലെ എയർഫോഴ്സ് ബാൽഭാരതി സ്കൂളിലായിരുന്നു ശാംഭവിയുടെ പഠനം. വിമാനങ്ങളുടെ ഇരമ്പൽ കേട്ട് വളർന്ന അവൾക്ക് കുട്ടിക്കാലം മുതൽക്കേ ആകാശത്തോടായിരുന്നു പ്രണയം. മിക്ക കുട്ടികളും +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിനും മെഡിസിനും പിന്നാലെ പായുമ്പോൾ ശാംഭവിക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു പൈലറ്റ് ആവുക. 2018 സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അവൾ തന്റെ സ്വപ്നത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്തു. ന്യൂസിലൻഡിലെ പ്രശസ്തമായ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് അക്കാദമിയിലാണ് ശാംഭവി ട്രെയിനിങ്ങിനായി ചേർന്നത്. വിദേശത്തെ കടുത്ത തണുപ്പിലും വെല്ലുവിളികൾ നിറഞ്ഞ ഭൂപ്രകൃതിയിലും വിമാനം പറത്തി അവൾ തന്റെ ആത്മവിശ്വാസം ബിൽഡ് ചെയ്തു. ന്യൂസിലൻഡിലെയും ഇന്ത്യയിലെയും എല്ലാ പരീക്ഷകളും ക്ലിയർ ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് അവൾ ഒരു പ്രൊഫഷണൽ പൈലറ്റായി മാറി. പലരും വിചാരിക്കുന്നത് വിമാനം പറത്തുക എന്നത് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ്. എന്നാൽ ശാംഭവി വിശ്വസിച്ചിരുന്നത് സാങ്കേതിക വിദ്യയെയും പ്രകൃതിയെയും ഒരുപോലെ അറിഞ്ഞാൽ മാത്രമേ ഒരു നല്ല പൈലറ്റ് ആകാൻ സാധിക്കൂ എന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയറോനോട്ടിക്സ് ആൻഡ് എയ്റോസ്പേസ് സയൻസിൽ ബിരുദവും സ്വന്തമാക്കി. അവളുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഫ്രോസൺ ATPL, ഫ്രോസൺ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് നേടിയതായിരുന്നു. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ വമ്പൻ യാത്രാ വിമാനങ്ങളുടെ ക്യാപ്റ്റൻ ആകാൻ ആവശ്യമായ എല്ലാ തിയറി പരീക്ഷകളും അവൾ പാസ്സായിരുന്നു. ഇതൊരു നിസ്സാര കാര്യമേ അല്ല. അത്രമാത്രം ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കൂ. സ്വന്തം കഴിവ് മറ്റുള്ളവരിലേക്ക് പകരാനും ശാംഭവി മറന്നില്ല. മധ്യപ്രദേശ് ഫ്ലൈയിംഗ് ക്ലബിൽ അസിസ്റ്റന്റ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായി അവൾ കുറച്ചുകാലം ജോലി ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയിലെ പൈലറ്റുമാരെ വാർത്തെടുക്കുന്നതിൽ അവൾക്ക് പ്രത്യേക താല്പര്യമായിരുന്നു. ശിഷ്യർക്ക് അവൾ ഒരു നല്ല പൈലറ്റ് മാത്രമല്ല, മറിച്ച് ഗ്രേറ്റ് ഗൈഡ് കൂടിയായിരുന്നു. പിന്നീട് ഡൽഹിയിലെ VSR ചാർട്ടർ കമ്പനി ഫസ്റ്റ് ഓഫീസറായി അവൾ ജോയിൻ ചെയ്തു. രാജ്യത്തെ പ്രമുഖ വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും വഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പറന്ന ശാംഭവി തന്റെ ഡ്യൂട്ടിയിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ഇനി നമുക്ക് ആ നിർഭാഗ്യകരമായ ദിവസത്തിലേക്ക് പോകാം. ക്യാപ്റ്റൻ സുമിത് കപൂറിനൊപ്പമാണ് അന്ന് ശാംഭവി കോക്പിറ്റിലിരുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ വിദിത് യാദവ്, സഹായി പിങ്കി മാലി എന്നിവരായിരുന്നു വിമാനത്തിലെ യാത്രക്കാർ. ബറാമതിയിൽ ഒരു രാഷ്ട്രീയ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു അവർ. 8:45 ബറാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. റൺവേയിൽ നിയന്ത്രണം തെറ്റിയ ലിയർജെറ്റ് വിമാനം വലിയ ശബ്ദത്തോടെ തകരുകയും നിമിഷങ്ങൾക്കകം അഗ്നിക്കിരയാവുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ ഓടിയെത്തിയപ്പോഴേക്കും ആ ദുരന്തം പൂർണ്ണമായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും തൽക്ഷണം വിടവാങ്ങി. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അത്യാധുനികമായ ലിയർജെറ്റ് 45 വിമാനത്തിന് എങ്ങനെയാണ് പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെട്ടത്? ശാംഭവിയെയും സുമിത്തിനെയും പോലെയുള്ള അനുഭവ പരിചയമുള്ള പൈലറ്റുമാർക്ക് പോലും വിമാനത്തെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്ത് തകരാറാണ് ഉണ്ടായത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സിവിൽ ഏവിയേഷൻ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കനേഡിയൻ കമ്പനിയായ ബോംബാർഡിയർ എയ്റോസ്പേസ് നിർമ്മിക്കുന്ന ഒരു മിഡ് സൈസ് ബിസിനസ് ജെറ്റാണ് ലിയർജെറ്റ് 45. സാധാരണയായി 8 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം. ചെറിയ റൺവേകളിൽ പോലും ലാൻഡ് ചെയ്യാനുള്ള കഴിവും അത്യാവശ്യം നല്ല ബാഗേജ് സ്പേസും ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇടയിൽ വലിയ ഡിമാൻഡുള്ള ഒരു വിമാനമാണിത്. VK സിംഗ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതായിരുന്നു ഈ വിമാനം. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ നിന്നാണ് അജിത് പവാർ തന്റെ ബറാമതി യാത്രയ്ക്കായി ഈ വിമാനം ചാർട്ടർ ചെയ്തത്. ഇവിടെയാണ് കാര്യങ്ങൾ വല്ലാത്തൊരു ട്വിസ്റ്റിലേക്ക് പോകുന്നത്. ബറാമതിയിൽ തകർന്നു വീണ അതേ വിമാനം VTSSK രജിസ്ട്രേഷൻ ഉള്ളത് മുൻപും വലിയൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2023 സെപ്റ്റംബർ 14 മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ
ലാൻഡ് ചെയ്യുന്നതിനിടെ ഇതേ ലിയർജെറ്റ് 45 അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് കനത്ത മഴയും പുവർ വിസിബിലിറ്റിയും കാരണമാണ് അപകടം നടന്നതെന്നായിരുന്നു റിപ്പോർട്ട്. അന്ന് ഭാഗ്യം കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. പക്ഷേ അതേ വിമാനം വീണ്ടും സർവീസിന് ഉപയോഗിച്ചു എന്നതും അതൊടുവിൽ അജിത് പവാറിനെ പോലെയുള്ള ഒരു VIP-യുടെയും ശാംഭവിയെ പോലുള്ള ഒരു പൈലറ്റിന്റെയും ജീവനെടുത്തു എന്നതും ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലിയർജെറ്റ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് മുൻപ് തന്നെ ഈ മോഡലുകളുടെ മെയിൻ ലാൻഡിംഗ് ഗിയർ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA-യോട് ലിയർജെറ്റ് വിമാനങ്ങളിൽ അടിയന്തര പരിശോധന നടത്താൻ ഇവർ ശുപാർശ ചെയ്തിരുന്നു. ലാൻഡിംഗ് സമയത്ത് ചക്രങ്ങൾ ശരിയായി പ്രവർത്തിക്കാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നവർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ബറാമതിയിലും ലാൻഡിംഗ് സമയത്താണ് അപകടം സംഭവിച്ചത് എന്നത് ഈ മുന്നറിയിപ്പുകളെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ഈ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ശാംഭവി പഥകിനെ പോലുള്ള സ്കിൽഡായ പൈലറ്റുമാർക്ക് പോലും വിമാനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വലിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് അവിടെ സംഭവിച്ചിട്ടുണ്ടോ? പഴയ അപകടത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാത്ത ഒരു വിമാനം എങ്ങനെയാണ് VIP സർവീസിനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയത്? VSR വെഞ്ചേഴ്സ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു. അന്വേഷണ ഏജൻസികൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സസൂക്ഷ്മം പരിശോധിച്ചു വരികയാണ്. ബറാമതി ദുരന്തം കേവലം ഒരു യാദൃശ്ചികതയായി തള്ളിക്കളയാനാവില്ല. ഇത് നമ്മുടെ വ്യോമയാന സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലിയർജെറ്റ് വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പുനർചിന്തനം അനിവാര്യമായിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് മരിക്കുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അവസാന നിമിഷം വരെ പോരാടിയ പൈലറ്റുമാരുടെ ത്യാഗം നാം മറന്നുപോയിക്കൂടാ. ആകാശത്തെ സ്നേഹിച്ച ശാംഭവി ആ പ്രണയത്തിൽ തന്നെ ഇല്ലാതായി എന്ന് പറയേണ്ടി വരും. ക്യാപ്റ്റൻ ശാംഭവി പഥകിന്റെ വേർപാട് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിന് ഒരു വലിയ ലോസ് തന്നെയാണ്. ഹാർഡ് വർക്ക് കൊണ്ട് ഏത് ഉയരവും കീഴടക്കാമെന്ന് തെളിയിച്ച ഒരു യുവതിയായിരുന്നു അവൾ. അവൾ എരിഞ്ഞടങ്ങിയെങ്കിലും ഒരുപാട് പെൺകുട്ടികൾക്ക് ശാംഭവി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ മിടുക്കിയായ ക്യാപ്റ്റനും കൂടെ ഉണ്ടായിരുന്നവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക രാഷ്ട്രീയത്തിലെ പവർ ഡൈനാമിക്സ് മൊത്തത്തിൽ മാറാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. ഈ കാലം അത്രയും അമേരിക്കയുടെ ഏറ്റവും അടുത്ത അലൈസ് അഥവാ സഖ്യകക്ഷികളായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വാഷിംഗ്ടണിനോട് കടുത്ത ഭാഷയിൽ നോ പറഞ്ഞിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം വ്യക്തമാക്കി: ഇറാനെതിരെയുള്ള ഒരു സൈനിക നീക്കത്തിനും തങ്ങളുടെ മണ്ണോ വ്യോമപാതയോ സമുദ്രാതിർത്തിയോ വിട്ടു നൽകില്ല. സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ഒക്കെ നേരത്തെ തന്നെ ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ UAE കൂടി ഇതിലേക്ക് വന്നതോടെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഒരു വലിയ ചെക്ക് വീണിരിക്കുകയാണ്. ഇത് വെറും ഒരു അറിയിപ്പല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഈ നീക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതൊരു ചെറിയ കാര്യമോ നിസ്സാര കാര്യമോ അല്ല. പതിറ്റാണ്ടുകളായി ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. ഇറാനെ പ്രകോപിപ്പിച്ച് മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ ആദ്യത്തെ ഇരകൾ തങ്ങളായിരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, അതുപോലെ കുവൈത്തിലെ ക്യാമ്പ് ആരിഫ് ജാൻ, UAE-യിലെ അൽ ദഫ്ര, ഇതൊക്കെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളാണ്. ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ. പക്ഷേ ഈ താവളങ്ങളിൽ നിന്ന് ഒരു വിമാനം പോലും ഇറാനെ ലക്ഷ്യം വെച്ച് പറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഈ രാജ്യങ്ങൾ പറയുമ്പോൾ അമേരിക്ക ശരിക്കും വെട്ടിലാവുകയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളിൽ തങ്ങൾ ഇനി വെറും അനുയായികളല്ല, മറിച്ച് ഈക്വൽ പാർട്ട്നേഴ്സ്, തുല്യ പങ്കാളികളാണെന്ന സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇതിന് പിന്നിൽ വലിയൊരു സ്ട്രാറ്റജിക് കാൽക്കുലേഷൻ ഉണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു മിസൈൽ വീണാൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. UAE-യും സൗദിയും സംബന്ധിച്ച് അവരുടെ വിഷൻ 2030 പോലുള്ള വമ്പൻ ടൂറിസം ഇക്കണോമിക് പ്രൊജക്ടുകൾ നടപ്പിലാക്കണമെങ്കിൽ മേഖലയിൽ സമാധാനം അനിവാര്യമാണ്. ഒരു യുദ്ധമുണ്ടായാൽ വിദേശ നിക്ഷേപകർ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അവരെ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രാദേശിക സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ പുതിയ നയം. ഇത് കേവലം ഇറാനോടുള്ള സ്നേഹമല്ല, മറിച്ച് പക്ക ബിസിനസ് മൈൻഡ് തന്നെയാണ്. ഇറാഖ്, ലിബിയ, സിറിയ ഈ രാജ്യങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലുകൾ വഴി ഭരണം മാറ്റാൻ ശ്രമിച്ചത് ആ രാജ്യങ്ങളെ അപ്പാടെ തകർത്തത് കൂടാതെ അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹവും ഭീകരവാദവും പടരാൻ കാരണമായി. ഈ ചരിത്രപരമായ അബദ്ധം ഇനി ആവർത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം.
അമേരിക്ക തങ്ങളുടെ താൽപര്യങ്ങൾക്കായി മേഖലയെ ഒരു യുദ്ധക്കളമാക്കുമ്പോൾ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് പകരം റീജിയൻ ഫസ്റ്റ് എന്ന നിലപാടിലേക്ക് GCC രാജ്യങ്ങൾ മാറുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് ചൈനയുടെ ഇടപെടലാണ്. ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ടായിരുന്ന ചരിത്രപരമായ ഉടമ്പടിക്ക് ശേഷം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറി. അമേരിക്കയുടെ മേധാവിത്വം ഇവിടെ ഇല്ലാതാകുന്നില്ലെങ്കിലും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന പുതിയ ആഗോള ചേരികളുമായി ഒരു ബാലൻസ് നിലനിർത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ഗെയിമിന്റെ പുതിയ പതിപ്പാണ്. തങ്ങളുടെ വിദേശ നയങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഇവർക്ക് ഇപ്പോൾ ധൈര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഒരു ചോദ്യം ബാക്കിയുണ്ട്. പ്രതിരോധത്തിനായി അമേരിക്കയെ ഒരുപാട് ആശ്രയിക്കുന്ന ഈ രാജ്യങ്ങളുടെ നിലപാട് വാഷിംഗ്ടണുമായുള്ള ദീർഘകാല ബന്ധത്തെ ബാധിക്കുമോ എന്നുള്ളതാണത്. തീർച്ചയായും അമേരിക്കയ്ക്ക് ഇത് വലിയൊരു തലവേദന തന്നെയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പുതിയ പങ്കാളികളെ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയെ പിണക്കാതെ തന്നെ തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പടരുന്നത് ലോക സമാധാനത്തിന് തന്നെ ഒരു ശുഭസൂചനയാണ്. ചുരുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഒരു ഐക്യം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് മറ്റൊരു അയൽ രാജ്യത്തേക്ക് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് തടയുന്നതിലൂടെ അവർ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തുമാണ് സംരക്ഷിക്കുന്നത്. മേഖലയുടെ ഭാവി തങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന ഈ ധീരമായ നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും ലോകം കൂടുതൽ ഐക്യത്തിലേക്കും സുതാര്യമായ വ്യാപാര ബന്ധങ്ങളിലേക്കും നീങ്ങുന്നു എന്നത് വലിയൊരു പ്രതീക്ഷയാണ്. ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക കരുത്തും ഗൾഫ് രാജ്യങ്ങൾ സമാധാനത്തിനായി സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകളും വരും തലമുറയ്ക്ക് സുരക്ഷിതവും അഭിവൃദ്ധിയുള്ളതുമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനും സാങ്കേതിക വിദ്യയെ മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കാനുമുള്ള രാഷ്ട്രങ്ങളുടെ ഈ നീക്കം ആഗോള സമാധാനത്തിന് പുതിയ കരുത്ത് പകരും. ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം മാറ്റങ്ങൾ എപ്പോഴും പുതിയ അവസരങ്ങളുടെ തുടക്കമാണ്. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.